എന്നെ കേൾക്കുന്ന വിമലയെ എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്നേഹവന്ദനം. ഞാൻ സിസ്റ്റർ റിറ്റി ഈ കലാലയത്തിൽ തന്നെ വിദ്യാർത്ഥിനിയായിരിക്കുകയും ഇവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയായി വിരമിക്കുകയും ചെയ്യുന്ന ഒരാൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്യാമ്പസിൽ വന്ന് ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ സന്ദേശം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അവസരം തന്ന നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നാം എല്ലാവരും ഏറെ അധ്വാനിക്കുന്നവരാണ്. വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി അത് എത്തി നിൽക്കുക സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന് എന്നായിരിക്കും. തീർച്ചയായും അത് തന്നെ. സാമ്പത്തിക ഭദ്രത ജീവിത സന്തോഷത്തിന് ഒരു മാനം തന്നെയാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്കറിയാമല്ലോ, ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി ആരും ഒരു കോഴ്സ് തിരയാറില്ല. പക്ഷേ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു പല മാർഗങ്ങളും നമ്മുടെ ജീവിത സന്തോഷത്തിന് നാം തേടാറുണ്ട്. വിനോദസഞ്ചാരങ്ങൾ, വിനോദ പരിപാടികൾ, ഒത്തുകൂടലുകൾ, ആഘോഷങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും. നമ്മളെ അത് ഉണർവുള്ളവരാക്കി മാറ്റും. ഒന്ന് മാത്രമേ ഉള്ളൂ, സന്തോഷത്തിന് നിദാനമായ നിമിത്തങ്ങൾ മാറ്റപ്പെടുമ്പോൾ ആ സന്തോഷത്തിൻ്റെ മാറ്റ് ഒന്ന് മങ്ങിപ്പോകുന്നു എന്ന് മാത്രം. എന്നാൽ ഒളിമങ്ങാത്ത സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ ചില നിറക്കൂട്ടുകളെക്കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. നമ്മുടെ മനസ്സും ഹൃദയവും അറിഞ്ഞ് നാം ചെയ്യുന്ന ചില കൊടുക്കലുകൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ തത്രപ്പെടുന്നവർക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളായിരിക്കാം. അല്ലെങ്കിൽ രോഗത്താൽ വേദനിക്കുന്നവരുടെ അടുത്ത് നൽകുന്ന നമ്മുടെ ഒരു സാന്നിധ്യമാകാം. അതുമല്ലെങ്കിൽ പ്രായത്താൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ അടുക്കൽ നാം നൽകുന്ന നമ്മുടെ സഹവാസമായിരിക്കാം. അതുമല്ലെങ്കിൽ ജീവിതഭാരത്താൽ തളർന്നു കഴിയുന്നവരുടെ അടുത്ത് അവരുടെ ഹൃദയം ഒന്ന് പങ്കുവെച്ച് ഭാരമിറക്കുവാൻ നാം കൊടുക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കാം. ഇവ നാം ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉതിരുന്ന ആശ്വാസത്തിൻ്റെ നിശ്വനങ്ങൾ തീർച്ചയായും അവരെയും സന്തോഷിപ്പിക്കും. നമുക്കത് സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടുകയും ചെയ്യും. എനിക്കറിയാം, ഈ ക്യാമ്പസിൽ പല അധ്യാപകരും മറ്റുള്ളവരെ സഹായിക്കാൻ ആരും അറിയാതെ എനിക്ക് തുകകൾ തരാറുണ്ട്. അത് അർഹിക്കപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഒരു ആശ്വാസം, തന്നത് ആരാണെന്ന് നമുക്കറിയില്ലെങ്കിലും ആ തന്ന ഹൃദയങ്ങളെ തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ നിന്നും അവർ അനുഗ്രഹിക്കുന്നുണ്ടാകും. ഇത് കാണുമ്പോൾ പിന്നെയും നമുക്കറിയാതെ കൊടുക്കാൻ ഒരു സന്തോഷം തന്നെയാണ് അത് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുക. ഞാൻ കുറച്ച് നാൾ നമ്മുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോം പെരുമ്പയിൽ പോയി നിൽക്കാൻ കാരണമായി. നമുക്കറിയാം, എപ്പോഴും സാമ്പത്തികമായ ഒരു സഹായം നമുക്ക് ചെയ്യാൻ സാധ്യമാകണമെന്നില്ല. അവിടെയുള്ള സാന്നിധ്യം ആ പാവപ്പെട്ട അപ്പാപ്പന്മാർക്കും അമ്മമാർക്കും നൽകുന്ന ഒരു സന്തോഷം അനുഭവിക്കാനായപ്പോൾ തീർച്ചയായും ദുഃഖത്തോടു കൂടി തന്നെയാണ് അവരോട് ഞാൻ യാത്ര ഇറങ്ങിയത്. ഞാനും അവരും തുല്യ ദുഃഖിതരായിരുന്നു. അവിടെ നമ്മുടെ സാന്നിധ്യമാണ് അവർക്ക് ആശ്വാസമായത്. ഇതുപോലെ നാം നമ്മുടെ ചുറ്റും നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രായമുള്ളവരിലേക്ക് നോക്കിയാൽ, ഒരുപക്ഷെ ഒരു മരുന്ന് വാങ്ങിക്കാൻ ഒരു കൂട്ട്, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോകാൻ ഒരു കൂട്ട്, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ ഒരു ലിഫ്റ്റ്, അല്ലെങ്കിൽ അനുദിന ജീവിതത്തിന് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു സഹായം, ഈവൻ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഒരു കൈ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കായി ഒരു കരുണയുടെ മാലാഖയെ പ്രതീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റും എത്ര കാണും. നാം അത് കണ്ട് അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായും ഒരു സന്തോഷം ഉണർന്നു വരുന്നത് നാം കാണാതിരിക്കില്ല. വിശുദ്ധ ചാറുപിതാവ് പറയുന്നുണ്ടല്ലോ, അന്യന് നന്മ ചെയ്യാത്ത ദിവസം ആയുസ്സിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല എന്ന്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ, അതിലുള്ള സന്തോഷം അനുഭവിച്ചപ്പോൾ, ഇങ്ങനെ നന്മ ചെയ്യാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം വ്യർത്ഥമാണെന്ന്
ആ പിതാവിന് അനുഭവപ്പെട്ടു. വാസ്തവത്തിൽ നമ്മുടെയും അനുഭവം ഇതായിരിക്കും. നമ്മുടെ സഹോദരങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ, നമ്മുടെ മനസ്സ് അവരുടെ നേരെ അലിയുമ്പോൾ, അത് അവർക്കും ഒപ്പം നമുക്കും ഒരു സന്തോഷത്തിൻ്റെ കുളിർമ പകരാതിരിക്കില്ല. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് കരുതി വയ്ക്കാവുന്ന ഡെപ്പോസിറ്റ് ഇത് തന്നെയാണ്. ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിനെന്ന്. നമ്മുടെ മനസ്സ് കരുണാർദ്രമാകുവാൻ തീർച്ചയായും നമുക്ക് ആഗ്രഹിക്കാം. ഇതിന് എങ്ങനെ ഈ കരുണയുടെ മനസ്സ് നമ്മൾ രൂപപ്പെടും എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു പഴഞ്ചൊല്ല് നാം കേട്ടിട്ടുണ്ടല്ലോ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്ന്. നന്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ നന്മ നമ്മിലും പടരുമെന്നത് സത്യമാണ്. പരമനന്മയായ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ നമ്മിലും ഉളവാകാതിരിക്കുകയില്ല. ദൈവത്തോട് ചേർന്നിരിക്കുക എന്നതിൻ്റെ പ്രഥമ പടി തീർച്ചയായും പ്രാർത്ഥനയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏതാനും നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുന്നത് നമ്മെ തന്നെയും സഹോദരങ്ങളെയും കണ്ടെത്താൻ നമുക്ക് വലിയ സഹായകമാണ്. മദർ തെരേസയെപ്പറ്റി നാം ധാരാളം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓടയിലും വഴിയരികിലുമുള്ള അഴുക്ക് നിറഞ്ഞ മനുഷ്യജീവനുകളെ കയ്യിലെടുത്ത് ശുശ്രൂഷിക്കുന്ന അമ്മയെ കണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. മദർ തെരേസ പറഞ്ഞ ഉത്തരം, എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ 1 മണിക്കൂർ ആരാധന ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് സേവനത്തിനിറങ്ങുക എന്ന്. അപ്പോൾ അവിടെ കാണുന്നത് ഒരു മനുഷ്യ ശരീരങ്ങളല്ല, അതിനേക്കാൾ ഉപരി താൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ തന്നെയാണ്. ഇതാണ് ദൈവസന്നിധിയിൽ നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാവുന്ന, കണ്ണുകൾക്കുണ്ടാവുന്ന ഒരു വ്യതിയാനം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ അല്പമെങ്കിലുമൊക്കെ നാം പഠിച്ചിരിക്കും. അതുകൊണ്ട് ഈ വിമലയിലൂടെ പഠിച്ചു പോയവരും ഇപ്പോൾ പഠിക്കുന്നവരുമായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മെല്ലാം അല്പസമയം പരമ നന്മയായ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മൗനമായിരിക്കുക എന്നത് തന്നെ. പരിശുദ്ധ അമ്മയുടെ ക്യാമ്പസിലാണല്ലോ നാം എല്ലാം വിദ്യാഭ്യസിച്ചതും അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നതും. നന്മ നിറഞ്ഞവളെ എന്നാണ് അമ്മയെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത്. നന്മയുടെ നിതാന്ത കേന്ദ്രമായ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമുക്കും പകർത്താനാവാം. നമ്മുടെ ഈ ജീവിതം നമുക്ക് മാത്രം വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മാത്രമാകാതെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു കാവൽ മാലാഖയാകാൻ നമുക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിമലയുടെ മക്കളുടെ മുഖഭാവം എന്നത്, മുഖഛായ എന്നത് അലിവിൻ്റെയും കരുണയുടെയും മുഖഛായയാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളേവരെയും സമർപ്പിക്കുന്നു.